സ്നേഹമുള്ളവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതാനുള്ള ടേബിള് ഇവിടെ പന്തലിനോട് ചേർന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടേബിളിലേക്ക് നിങ്ങൾക്ക് അവിടുന്ന് പേപ്പറും കുരിശും എടുത്ത് ഈ ടേബിളിൻ്റെ ഇവിടെ വന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പേന ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുരിശ് നേർച്ച സമർപ്പണം നടത്തുന്ന രീതി ആ ടേബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നോക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി കുരിശ് സമർപ്പണ നേർച്ചയുടെ ക്രമം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ വൈദികരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് കുരിശുമാല നിങ്ങളുടെ കഴുത്തിൽ അണിയിച്ചു തരും. ആ കുരിശുമാല സ്വീകരിച്ചതിന് ശേഷം ഇവിടെ വെച്ചിരിക്കുന്ന പേപ്പർ എടുക്കുക, ഒരു മരക്കുരിശ് എടുക്കുക. ഇപ്പോൾ വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ ആ പേപ്പറിൽ എഴുതി മരക്കുരിശിനോട് ചേർത്ത് റബ്ബർ ബാൻഡ് ഇടുക. നിങ്ങളുടെ നിയോഗങ്ങൾ മരക്കുരിശിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം ആ മരക്കുരിശുമായിട്ട് കൽക്കുരിശിന്റെ മുമ്പിലേക്ക് വരിക. വെച്ചിരിക്കുന്ന പ്രാർത്ഥന കാർഡ് കയ്യിലെടുത്ത് കൽക്കുരിശിന്റെ മുമ്പിൽ പ്രാരംഭ പ്രാർത്ഥന. അതിനുശേഷം ഓരോ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരു സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയയും തൃത്വസ്തുതിയും ചൊല്ലി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുക. ഓരോ സ്ഥലങ്ങളുടെ മുമ്പിൽ ആ സ്ഥലങ്ങളുടെ ധ്യാന വിഷയം വായിക്കുക. അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി 3 പ്രാവശ്യം കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു എന്ന് പറഞ്ഞ് കുരിശിനെ വണങ്ങി പ്രാർത്ഥിക്കുക. 14 സ്ഥലങ്ങൾക്ക് ശേഷം വീണ്ടും കൽക്കുരിശിന്റെ മുമ്പിലേക്ക് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ കൽക്കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ നിയോഗങ്ങൾ നിക്ഷേപിക്കുക. നിങ്ങൾ നിയോഗാർത്ഥം കയ്യിൽ വഹിച്ചിരുന്ന കുരിശ് ആ കൽക്കുരിശിനോട് ചേർത്ത് സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക.